ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡി വേൾഡിൻ്റെ മഹാനവമി ആശംസകൾ. ഞങ്ങളുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവരെല്ലാവരും പറഞ്ഞു ഇന്ന് പൂജ ദിവസമാണ്, പൂജ ചെയ്യണമെന്ന്. അപ്പോൾ ഞങ്ങളുടെ സ്ഥാപനത്തിൽ ഏറ്റവും പ്രായം കൂടിയ അമ്മേനെയും കൊണ്ട് ഞാൻ പൂജ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി മണ്ണുത്തി ടൗണിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ മണ്ണുത്തി ടൗണിൽ വന്ന് ഞങ്ങളത് പൂജയ്ക്കുള്ള എല്ലാ സാധനങ്ങളും വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയാണെന്ന് എനിക്കറിയാത്തതുകൊണ്ടാണ് ഞാൻ ഈ അമ്മേനെയും കൂട്ടി വന്നത്. ഈ അമ്മയ്ക്ക് പൂജയൊക്കെ ചെയ്യുന്ന നല്ല പരിചയമുണ്ടെന്നാണ് പറഞ്ഞത്. അതേ മലരും അവിലും അതുപോലെ തന്നെ എന്തൊക്കെയോ കുറേ ചെറുകിയ സാധനങ്ങൾ വാങ്ങിച്ചു കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണെന്ന് എനിക്കറിയില്ല. അമ്മ പറയുന്ന സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ പൂ വേണമെന്ന് പറഞ്ഞു, അങ്ങനെ പൂവും വാങ്ങിച്ചു. ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പണിക്കാരെല്ലാവരും കൂടിയിട്ട് പൂജയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്യാൻ കേട്ടോ. ഞാനൊരു ക്രിസ്ത്യാനിയാണെങ്കിലും മറ്റു മതസ്ഥരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒന്നും ഞാൻ വില വയ്ക്കാതിരുന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ സ്ഥാപനത്തിൽ എല്ലാവരും പറഞ്ഞപ്പോൾ ഈ പൂജ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ പൂജ ചെയ്യാൻ വേണ്ടി ഒരുങ്ങിയത്. അപ്പോൾ പൂജയ്ക്കുള്ള സാധനങ്ങളൊക്കെ ഒരുങ്ങിയത് ഇതാണ് നമ്മുടെ ആകാശ് ഭായ് ഇതേ പൂക്കളൊക്കെ കൊണ്ട് അവിടെ പ്രാർത്ഥന സ്ഥലങ്ങളൊക്കെ അലങ്കരിച്ചു. അതുപോലെ തന്നെ എല്ലാ മെഷീൻ്റെ മുകളിൽ പൂക്കളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ തിരിയൊക്കെ തെളിച്ച് ആകാശ് ഭായ് ആണ് ഇന്നത്തെ പൂജ നടത്താൻ പോകുന്നത്. സാധാരണ നമ്മുടെ ദിനേശ് ഭായ് ആണ് നടത്താറ്. അപ്പോൾ ആകാശ് ഭായ് ആണ് ഇപ്രാവശ്യം പൂജ നടത്തുന്നത്. അപ്പോൾ അങ്ങനെ പൂജ തുടങ്ങി. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ പൂജ കഴിഞ്ഞു. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല, അവർ ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിക്കുന്നു, അത്രേ ഉള്ളൂ. ഈ നേരെ കാണുന്നത് എൻ്റെ മേമയാണ് കേട്ടോ. മേമ ആദ്യമായിട്ടാണ് വന്നത്. മേമ ആദ്യമായിട്ടാണ് ഈ പൂജ കാണുന്നത്. മേമ മാത്രമല്ല ഞാനായാലും. കാരണം എന്താ വെച്ചാൽ നമ്മുടെ മുമ്പത്തെ പണിക്കാരൊന്നും ഇങ്ങനെ ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. ഈ ഹിന്ദിക്കാർ നമ്മുടെ പുതിയ പണിക്കാരാണ്. അപ്പോൾ ഇവർ പൂജ ചെയ്യണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് മെയിനായിട്ട് നമ്മളിത് ചെയ്യുന്നത്. ഇതിനു മുമ്പും നമ്മുടെ പണിക്കാർ ഹിന്ദിക്കാരുണ്ടായിരുന്നു, പക്ഷെ അവരൊന്നും ഇങ്ങനെ ചെയ്ത് കണ്ടിട്ടില്ല. അപ്പോൾ ഇവർ ഇങ്ങനെ പൂജ ചെയ്യണം, അവർക്ക് ഭയങ്കര വിശ്വാസമാണെന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മളത് ഓക്കെ പറഞ്ഞു. അങ്ങനെ നമ്മൾ ചെയ്തതാണ്. എന്തായാലും ഇതൊരു ആദ്യത്തെ അനുഭവമാണ് എനിക്ക്. അങ്ങനെ മഹാനവമി ദിവസത്തെ പൂജയും കഴിഞ്ഞു. ഇത് പൂജയ്ക്ക് വെച്ച ഭക്ഷണ സാധനങ്ങളുണ്ടോ, അടിപൊളിയല്ലേ.